വെൽക്കം ടു വീഡിയോ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ചെയ്യാൻ പോണ ഈ ഒരു മാജിക് ബുക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പെന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ലൈറ്റ് കാണാൻ പോയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിത് വായിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കളർ അടിച്ച് കാണിച്ച് തരാം. കണ്ടോ, ഇതൊക്കെ ചെയ്യാം. അതിനകത്താണ് വാട്ടർ നിറയ്ക്കുന്നത് അല്ലേ? നമുക്ക് തുറക്കണം. ക്യാപ്പ് തുറക്കണം. ഓക്കെ, എന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അത് അതിൻ്റെ നിബ്ബാണല്ലേ? നമുക്ക് ഇതിന്റെ അടിയിലേക്ക് ഉണങ്ങണമെങ്കിൽ ഇത് മാറ്റിയിട്ട് നമുക്ക് അതെടുക്കാം. ഇത് ഉണങ്ങണമെങ്കിൽ ഇത് മാറ്റിയിട്ട്. അതിന് പുതിയ മാലയൊക്കെ ഇട്ടേക്കുന്നല്ലോ. എന്തുവാണ് ഇത്? കിച്ചൺ സെറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. ട്രോളി മേക്കപ്പ് സെറ്റിൻ്റെ കൂടെ. ഓ, മോതിരമൊക്കെ ഇട്ടേക്കുന്നു. ടെഡിയാണോ ഇത്? ടെഡിയാണോ? നോക്കട്ടെ, എവിടെ നോക്കട്ടെ. അല്ല, ടെഡിയുടെ തന്നെയാണ്. ഓക്കെ. അപ്പം നമുക്ക് ഇപ്പോൾ ഗൈസ് ഇത് നമ്മൾ 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അതിന് നമ്മൾ ലൈറ്റ് കനകുന്നിൽ പോയപ്പോൾ മേടിച്ചതാണ്. കുറേ പേജസ് ഉണ്ടല്ലേ അതിനകത്ത്? ഓക്കെ ഓക്കെ, അതിന് നേരത്തെ ഇത് അടിച്ചതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതെടുക്കാം, ഫ്രഷ് പേജ് എടുക്കാം. പുതിയ പേജിൽ ഇതിൽ കുറേ അനിമൽസിന്റെ പിക്ചറൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ കുറേ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. നോക്കട്ടെ മോളെ, എല്ലാ സൂപ്പർ. ഒരു ട്രീ ഒക്കെ ഉണ്ട്. വലിയ കണ്ടോ? അത് അടിച്ചപ്പോൾ അതിനകത്ത് വാട്ടർ വെച്ചിട്ടാണ്, പെന്നിനകത്ത് വാട്ടർ നിറച്ചിട്ട് ആണിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ള പിക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇത് താഴെയൊക്കെ അടിച്ചേ നോക്കട്ടെ മക്കളെ. ഇവിടെ അടിച്ചേ, ഫുള്ളായിട്ട് അടിച്ചേ, ബാക്കോട്ട്. അങ്ങനെ അങ്ങനെ. സൂപ്പർ. അതിനൊന്ന് ഇഷ്ടപ്പെട്ടല്ലേ ഇത്? ഇതാകുമ്പോൾ നമുക്ക് പേടിക്കണ്ട കേട്ടോ. കാരണം കുഞ്ഞുങ്ങളെ കളർ കയ്യിലാവുമെന്ന് പേടിക്കണ്ട. പിന്നെ ക്രയോൺസ് ഒക്കെ മേടിച്ച് വായിൽ വെക്കുമെന്ന് പേടിക്കണ്ട. ജസ്റ്റ് ആ പെന്നിലൊന്ന് വാട്ടർ നിറച്ചിട്ട് ചെയ്താൽ മതി. നോക്കട്ടെ, ചെയ്തേ മോളെ, നോക്കട്ടെ, ഫുള്ളും ചെയ്തേ, നോക്കട്ടെ. കയ്യിലൊന്നും ആയിട്ടില്ല. താഴോട്ട് ചെയ്തേ. ഡോഗ് ക്യാറ്റ് ഉണ്ടല്ലോ. ക്യാറ്റുണ്ട്. ഓക്കെ ഷീപ്പല്ല, ഷീപ്പ്. ഓക്കെ, ചെയ്തേ നോക്കട്ടെ. ആ പിക്ചർ ഇവിടെ കൊടുത്തേക്കുന്ന പിക്ചറിലുള്ള സംഭവങ്ങളെല്ലാം ഇതിലുണ്ട് ഈ സൈഡിൽ. അതാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തോ ക്യാറ്റും കാണുമെന്ന് തോന്നുന്നു. ക്യാറ്റുണ്ടല്ലോ, ഹൗസുണ്ട്. പിന്നെ എന്തോ ഉണ്ട്? കൈയെടുത്തേ മോളെ, നോക്കട്ടെ. ഡക്കുണ്ട്. പിന്നെ നോക്കട്ടെ. ഫുള്ള് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും അത് ആ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ആ പെന്നിൻ്റെ ഈർപ്പം അതൊരു നനവ് മാറുമ്പോൾ വീണ്ടും കോഴിയുണ്ട് ഗൈസ്. ഈ കൊച്ചു കോഴിയുണ്ട്. കുഞ്ഞു കോഴിയല്ലേ? എല്ലാ കോഴികളും ഉണ്ട്. ഇതിൻ്റെ ഇവിടെയൊക്കെ അടിച്ച് നോക്കട്ടെ. ഇവിടെയൊക്കെ ആയിട്ടില്ല. എൻ്റെ ഇതൊക്കെ ഫുള്ളും അതൊക്കെ ഞാൻ വായിക്കും. അപ്പോൾ ഈ ഒരു പേജ് തന്നെ എത്ര തവണ വേണമെങ്കിലും അടിക്കാം നമുക്കല്ലേ? ഇങ്ങനെ വാട്ടർ കളർ ചെയ്ത് അതിൻ്റെ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നല്ല രസമാണല്ലോ. അതിന് സൂപ്പറായിട്ടുണ്ടല്ലേ ഇത്? ഞാനിത് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതിന് മേടിച്ചപ്പോൾ അതിന് മനസ്സിലായല്ലേ അത് മേടിച്ചപ്പോൾ ഇതാണ് സംഭവം എന്ന്? അറിയായിരുന്നോ? അറിയാമെന്നോ? ഇല്ല, വെറുതെ പറയല്ലേ.
അതിന് വിചാരിച്ചു ഇത് കളറായിരിക്കും എന്നല്ലേ? അയ്യോ എനിക്കറിയായിരുന്നു. അറിയായിരുന്നോ? വെള്ളം വാട്ടർ ഒഴിച്ചിട്ടേ. നോക്കട്ടെ, തിരിച്ച് കാണിച്ച മോളെ പിക്ചർ നോക്കട്ടെ. അയ്യോ കണ്ടോ? അടിച്ചിട്ടില്ല. നോക്കട്ടെ, അത് അടിച്ചിട്ട് വരുമ്പോ ഫുള്ളും ഇതാവും. നോക്കട്ടെ. ഇനി അവൾക്ക് ഫുള്ളും അടിക്കണം. മേലിലോട്ടൊക്കെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ അതൊക്കെ അടിക്കാം. കണ്ടോ? അത് അതിനും അടിച്ചു കഴിഞ്ഞ ഭാഗം വീണ്ടും അത് വൈറ്റ് ഷെയ്ഡ് ആവുകയാണേ. ഇത് ഒരെണ്ണം അടിക്കുമ്പോൾ വെള്ളം തീർന്നു പോകും. പിന്നെ വീണ്ടും നമ്മൾ അതിലത് നിറയ്ക്കണം. വാട്ടർ നിറച്ചിട്ട് വീണ്ടും ചെയ്യേണ്ടതല്ലേ? കുഞ്ഞു കോഴിയൊക്കെ അടിച്ചു പോയി. നമ്മൾ അടിച്ചടിച്ച് കൈ പോയി. തളർന്നു പോയോ? സ്പീഡ് ഇങ്ങോട്ട് ഇവിടെയൊക്കെ അടിച്ചേ. നോക്കട്ടെ, എന്നിട്ട് ട്രീ ഒക്കെ അടിച്ചില്ല ഇങ്ങനെ. അത് പെട്ടെന്ന് ചെയ്തോ മോളെ, അല്ലെങ്കിൽ അത് വീണ്ടും നോക്കട്ടെ. ഇവിടെയൊക്കെ അടിച്ചേ. ഇവിടെയൊക്കെ ഇവിടെ പെട്ടെന്ന് അടിച്ചേ. എവിടെയൊക്കെ അടിച്ചേ നോക്കട്ടെ. എന്നിട്ട് നോക്കട്ടെ ഇവിടെ ഇങ്ങനെ നോക്കട്ടെ കാണിച്ചു കൊടുക്കാട്ടോ പിക്ചർ. കണ്ടോ? ഇപ്പോൾ ആ വൈറ്റ് ഷെയ്ഡ് ഇരുന്ന് ആ ഭാഗത്തിരിക്കുന്ന പിക്ചർ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? കൈ മാറ്റിക്കേ മോളെ. നോക്കട്ടെ, കൈ മാറ്റിക്കേ. കണ്ടോ? ഇങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ ആ പേജാണ് അതിനും ഇങ്ങനെ വാട്ടർ ഒഴിച്ചിട്ട് ആ പെന്ന് വെച്ച് ചെയ്തപ്പോൾ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുക അല്ലേ? ഇത് നമ്മൾ അവിടെ ഒരു ഷോപ്പിൽ നിന്നൊന്നും അല്ല മേടിച്ചത്. ഇത് അവിടെ ഇങ്ങനെ കുറേ ടോയ്സൊക്കെ വെച്ചിട്ട് ഒരു ചേട്ടന്മാരൊക്കെ നിൽക്കുമല്ലോ, അവരിൽ നിന്നാണ് മേടിച്ചത്. കുറേ ഉണ്ട്, അതിലിരിക്കുന്ന ടോയ്സ് ഏകദേശം അതിനുണ്ട്. അപ്പം ഇതാണ് ഒരു വ്യത്യസ്തമായിട്ട് കണ്ടത് അതിന്. അപ്പോൾ അത് ഇത് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ മേടിച്ചു. മേടിച്ചു അല്ലേ? ഷെൻസൂന് മേടിച്ചു വെച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഇനി പോകുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഷെൻസൂന് കൊടുക്കണം അല്ലേ? ഓക്കെ. നോക്കട്ടെ, ഇത് മതി. നോക്കട്ടെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ലേ. ബൈ ബൈ.